നമസ്കാരം. എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമ്മള് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്നേരം നിങ്ങൾ ഇതുവരെയും പഠിക്കാത്തൊരു ഫിസിക്സ് ആണ്, നല്ല രസകരമായിട്ടും എന്നാൽ ഇനി ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അന്നേരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നോക്കിയേ, സം ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്സ്. ഇത് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സം ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്സ്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കാണും, ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളത് കാണും, പക്ഷെ ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്താണ് ഓർക്കുക, ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക, ലൈറ്റ് ഇയർ. ആൻഡ് സെക്കൻഡ് വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ലൈറ്റ് ഇയർ LY എന്ന് ഡിനോട്ട് ചെയ്യുക, അസ്ട്രോണമിക്കൽ യൂണിറ്റ് AU എന്ന് ഡിനോട്ട് ചെയ്യുക. എന്താണ് ലൈറ്റ് ഇയർ അല്ലെ? വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ് ഇയർ? ക്വസ്റ്റിനകത്ത് ഒരെണ്ണം എന്താണ് ലൈറ്റ് ഇയർ. രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ് ഇയർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ത്രൂ വാക്യൂം. ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ത്രൂ വാക്യൂം. വാക്യത്തിനകത്തൂടെ ലൈറ്റ്, പ്രകാശം സഞ്ചരിക്കാൻ 1 വർഷം എടുക്കുന്ന സമയത്തെ പറയുന്ന പേരാണ് എന്ത്? ലൈറ്റ് ഇയർ. ഇറ്റ് ഈസ് ആ ദൂരത്തെ പറയുന്നത്. ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ത്രൂ വാക്യൂം. 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിനെ പറയുന്ന പേരാണ് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ. ഓക്കെ, അന്നേരം 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലൈറ്റ് ഇയർ വളരെ ഇമ്പോർട്ടന്റ്, എൻട്രൻസിനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്ത് ഹാഷ് മാർക്ക് ചെയ്ത് പഠിക്കുക. എൻട്രൻസിനൊക്കെ ഉള്ളത് 9.46 into 10 raised to 15 meter into 10 raised to 15 meter. ഇത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ലൈറ്റ് ഇയർ ഡിനോട്ട് ചെയ്യുന്നത് LY ആണ്. ഈ 10 raised to 15 വരെ നിങ്ങൾ ചുമ്മാ 10 raised to 14 10 raised to 16 എഴുതിയാൽ ഉത്തരം മൊത്തം തെറ്റി. അങ്ങനെ കറക്റ്റ് ആയിരിക്കണം ഈ വാല്യൂ. ഈ 9.46 അപ്രോക്സിമേറ്റ്ലി 9.467 468 ആയാലും കുഴപ്പമില്ല, പക്ഷെ ഈ വാല്യൂ തെറ്റിക്കാൻ പാടില്ല. 10 raised to 15 meter. വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ് ഇയർ? ആൻഡ് 1 liter ഈസ് കൺവേർട്ടഡ് ഇൻടു മീറ്റർ. ഇത്രയും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ വരുന്നതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഡിനോട്ട് ലെറ്റർ AU എന്നാണ്. എന്താണ് ഈ അസ്ട്രോണമിക്കൽ യൂണിറ്റ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് പഠിക്കാം. ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് ദി എർത്ത്. സണ്ണിനും എർത്തിനും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ നമുക്ക് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 planets. 2 പ്ലാനറ്റ്സിനിടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ നമുക്ക് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയാം. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് ദി എർത്ത് ഓർ ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 planets. ഇനി ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ നോട്ട്സിനകത്തുണ്ട്. 1 ലൈറ്റ് ഇയർ സോറി 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1.50 into 10 raised to 11 meter. അവിടാണ് കളിക്കുന്നത്. 1 astronomical unit is equal to 1.50 into 10 raised to 11 meter. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഡിനോട്ട് ലെറ്റർ AU ആണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.50 into 10 raised to 11 meter. ഇത് കാണാതെ പഠിക്കുന്നതാണ്, ഇത് ഡെറൈവ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും അല്ല. 10 raised to 11 വരെ 10 raised to 12 എഴുതിയ തെറ്റാണ്. ചിലപ്പം ചില ടെസ്റ്റിനകത്തൊക്കെ 1.49 1.51 എന്നോ വെക്കാം. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല, പക്ഷേ ഈ വാല്യൂ കറക്റ്റ് ആയിരിക്കണം. അന്നേരം നമ്മൾ ലൈറ്റ് ഇയർ പഠിച്ചു, അസ്ട്രോണമിക്കൽ യൂണിറ്റ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു, കൺവേർട്ട് ഇൻറ്റു മീറ്റർ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അതിന്റെ കൂട്ടത്തിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നേരെ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, ടെക്സ്റ്റിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പാർസെക് ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട, PC എന്ന് ഡിനോട്ട് ചെയ്യും, പാർസെക്. ഓക്കെ, 1 പാർസെക് എന്ന് പറഞ്ഞാൽ 3.08 into 10 raised to 16 meter. 3.08 into 10 raised to 16 meter. അത്ര ഓർത്തിരിക്കുക. എന്താണ് പാർസെക് എന്നൊക്കെ പിന്നീട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ഒരെണ്ണോടെ ഞാൻ പറഞ്ഞുതരാം, ആങ്സ്ട്രോം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഏടെ മണ്ടയ്ക്ക് ഒരു 0 പോയി എഴുതിക്കും. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 1 into 10 raised to -10 meter. ഇങ്ങനെ ഒരുപാടുണ്ട്, നാനോമീറ്റർ ഉണ്ട്, ഫെർമി, അറ്റോ, ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഇത് 4 നിങ്ങൾ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, അന്നേരം ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് റിവൈസ് ചെയ്യുന്നു. ലൈറ്റ് ഇയർ എന്താണ്, അസ്ട്രോണമിക് യൂണിറ്റ് എന്താണ്, 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു എത്ര മീറ്റർ, 1 അസ്ട്രോണമിക് യൂണിറ്റ് ഈസ് ഈക്വൽ ടു എത്ര മീറ്റർ, പാർസെക് ആങ്സ്ട്രോം. ആങ്സ്ട്രോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 × 10⁻⁻10 മീറ്റർ. ഇത്രയും ക്ലിയർ ആയിട്ട് അടുത്ത ടോപ്പിക്ക് പോകും. ക്ലിയർ ആയല്ലോ? നന്നായിട്ട് പഠിക്കുക, ഈസി ആയിട്ട് പഠിക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാലും നന്നായിട്ട് പഠിച്ച് പോവുക. പരീക്ഷകൾ എപ്പോഴും കാണും, നിങ്ങളെ തേടിയെത്തും പരീക്ഷ. ഉഴപ്പാതെ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം നമ്മൾ ലൈറ്റ് ഇയറും അസ്ട്രോണമിക്കൽ യൂണിറ്റും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സണ്ണിന്റെയും മൂണിന്റെയും ഒക്കെ ഡിസ്റ്റൻസ് നമുക്ക് സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ ഏണി വെച്ചൊക്കെ കയറി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ടേപ്പ് ഒക്കെ വെച്ച് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അന്നേരം അതിനുവേണ്ടിയുള്ള ലാർജ് ഡിസ്റ്റൻസ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന 3 മെത്തേഡുകൾ നിങ്ങളോട് ഞാൻ പറയാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആംഗുലർ മെഷർമെന്റ്, ഇപ്പൊ സിലബസിൽ കാര്യമായിട്ടില്ല. സെക്കൻഡ് വൺ പാരലാക്സ് മെത്തേഡ്, തേർഡ് വൺ റിഫ്ലക്ഷൻ മെത്തേഡ്. ഏതൊക്കെയാണ് 3 മെത്തേഡുകൾ എന്ന് നിങ്ങൾ പറഞ്ഞേ? ഫസ്റ്റ് വൺ ആംഗുലർ മെഷർമെന്റ് ആണ്, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പേര് മാത്രം ഓർത്തിരിക്കുക. സെക്കൻഡ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചതാണ്, പാരലാക്സ് മെത്തേഡ്. ഇറ്റ് ഈസ് എ 2 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻ. 2 മാർക്ക് or 3 mark question. Okay, parallax method, and third one is reflection method. Okay, അന്നേരം നമുക്ക് അതിനകത്തെ ആദ്യത്തെ ആംഗുലർ മെഷർമെന്റ് നമുക്ക് ആവശ്യം ഇപ്പൊ ഇല്ല, സിലബസിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. പാരലാക്സ് മെത്തേഡിലേക്ക് പോകാം. അന്നേരം ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിലെ മൂണും സണ്ണും സ്റ്റാറും പ്ലാനറ്റും എല്ലാം വരുന്നത്. അന്നേരം അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ പാരലാക്സ് മെത്തേഡ്. മൂണിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗുലർ മെഷർമെന്റും ഉണ്ട്, പാരലാക്സ് മെത്തേഡും ഉണ്ട്. അന്നേരം ആ പാരലാക്സ് മെത്തേഡിലേക്ക് നമുക്ക് പോകാം. അന്നേരം ഇതാണ് പാരലാക്സ് മെത്തേഡിന്റെ ഫിഗർ. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +1 കുട്ടികൾ 10ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, +1 ഡയഗ്രത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയഗ്രം വരച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ടോപ്പിക്കിലോട്ട് പോകാവുള്ളൂ. ആ എഴുതേണ്ടതല്ല എഴുതണം, അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന സെന്റൻസ് എഴുതണം, എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് പോകണം. പാരലാക്സ് മെത്തേഡ് നിങ്ങൾ നോക്കി, ഇതിനകത്ത് ഒരു പടം, ഒരു ട്രയാങ്കിൾ ഒരു പടമാണ്. എ എന്നും ബി എന്ന് പറയുന്ന 2 ഒബ്സർവർ. എ എന്നും ബി എന്ന് പറയുന്ന 2 പൊസിഷൻ ആണ്. എ എന്ന് പറയുന്ന ഒരു ഒബ്സർവർ ആണ്. എന്താണ് ഒബ്സർവർ എന്ന് പറഞ്ഞാൽ? നിരീക്ഷകനാണ്. ആ നിരീക്ഷകന്റെ 2 പൊസിഷൻ ആണ് എയും ബിയും. എസ് എന്ന് പറയുന്നത് സണ്ണാണ്. അത് നിങ്ങൾക്ക് സണ്ണോ മൂണോ പ്ലാനറ്റോ എന്തായിട്ട് വേണമെങ്കിലും എടുക്കാം. ഇവിടെ സൺ എന്ന് എടുത്തേക്കണം. അന്നേരം എ ബി എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ ഒബ്സർവർ ആണ്, അതിന് 2 പൊസിഷൻ ആണ് എയും ബിയും. എ മുതൽ എസ് വരെ സണ്ണ് വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ബി മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസും 6 ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ്. ഒരു ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അതിനുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പാരലാക്സ് മെത്തേഡ് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ആംഗിൾ ഈസ് ഈക്വൽ ടു, നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ട്, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. പഠിച്ചിട്ടില്ലെങ്കിലും ഓർത്തിരിക്കുക, ആംഗിൾ ഈസ് ഈക്വൽ ആർക്ക് ബൈ റേഡിയസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പൊസിഷൻ, ഒബ്സർവറിന്റെ ആ പൊസിഷനിൽ നിന്ന് സണ്ണ് വരെ അല്ലെങ്കിൽ മൂൺ വരെ ഉള്ള ഡിസ്റ്റൻസ് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ആംഗിളിന് വരെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ആർക്ക് എ ബി എന്ന് പറയുന്നത് ആർക്കായിട്ട് എടുക്കുക. ആർക്കിനെ ഞാൻ ഇതൊരു ആർക്ക് ലെങ്ത് ആയിട്ട് എ ബിയെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, ബൈ റേഡിയസിനെ 6 എന്ന് കൊടുക്കാം. ഓക്കെ, അതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ആർ തീറ്റ. നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടതിനകത്തുനിന്ന് 6 ആണ്. ആർ ഈസ് ഈക്വൽ ടു എക്സ് ബൈ തീറ്റ. കഴിഞ്ഞു. ഇതാണ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡിൽ +1 വളരെ ശ്രദ്ധിച്ച്, +1 ശ്രദ്ധിച്ചിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ എഴുതുന്നത് വെച്ചാൽ ആദ്യം ഡയഗ്രാം വരയ്ക്കുക. ഈ ഡയഗ്രാം വരയ്ക്കുക, നമ്മൾ ഇത് എഴുതുക, കൃത്യമായിട്ട് എഴുതി പോവുക, ഇക്വേഷനിൽ എഴുതുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയഗ്രാം, ഇക്വേഷൻ, അതിനിടയിലുള്ള സെന്റൻസ് മേക്കിംഗ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാം. എന്റെ നോട്ട്സ് അതെല്ലാം കൃത്യമായിട്ടുണ്ട്. നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അന്നേരം പാരലാക്സ് മെത്തേഡ് കഴിഞ്ഞു. ഇനി റിഫ്ലക്ഷൻ മെത്തേഡിൽ ഇത്രയേ ഉപയോഗിക്കുന്നത്. റിഫ്ലക്ഷൻ മെത്തേഡ് എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? റിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റഡാറും സോണാറും. നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ കേട്ടുള്ള വാക്കാം. റഡാർ ആൻഡ് സോണാർ. റഡാർ ആൻഡ് സോണാർ. എന്താണ് റഡാർ? അതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിട്ടാണ്. റഡാർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ഇങ്ങനെ പറഞ്ഞ പേരാണ് റഡാർ. എന്താണ് സോണാർ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, റഡാറിൽ ഏത് വേവ്സ് ആണ് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്?
റഡാറിൽ ഏത് വേവ്സ് ആണ് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്? കാരണം നമ്മൾ റഡാറിൽ ഉപയോഗിക്കുന്ന വേവ്സ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, എൻട്രൻസിനും റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഇൻ റഡാർ. റഡാറിൽ ഉപയോഗിക്കുന്ന വേവ്സ് റേഡിയോ വേവ്സ്. അങ്ങനാണെങ്കിൽ സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, എല്ലാവരും പറയും സൗണ്ട് വേവ്സ്. കാരണം R എടുത്ത റേഡിയോ വേവ്സ് ആണെങ്കിൽ S എടുത്താൽ സൗണ്ട് വേവ്സ് അല്ല, അൾട്രാസോണിക് വേവ്സ് ആണ്. എന്നാൽ ഇതൊന്ന് നോട്ട് ചെയ്തോണം, അൾട്രാസോണിക് വേവ്സ്. ഇത്രയും കാര്യങ്ങൾ മാത്രം റിഫ്ലക്ഷൻ മെത്തേഡിൽ ഓർത്തിരുന്നത്. റിഫ്ലക്ഷൻ മെത്തേഡിൽ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ 2 കാര്യങ്ങൾ, ഒന്ന് റഡാറും സോണാറിലും ഉപയോഗിക്കുന്ന വേവ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ആംഗുലർ മെഷർമെന്റ് ജസ്റ്റ് ഞാൻ പേര് പറഞ്ഞു പോയെന്നുള്ളൂ. പാരലാക്സ് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ്. റിഫ്ലക്ഷൻ മെത്തേഡിൽ ഏത് തരം വേവ്സ് യൂസ് ചെയ്യുന്നതെന്നും അതിന്റെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുള്ളതെന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അന്നേരം ഈ ടോപ്പിക് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ കളി, ഡയമെൻഷൻസ്. ഏറ്റവും ടഫ്, പക്ഷെ വളരെ ഈസി ആയിട്ട് ഞാൻ 10-20 എണ്ണത്തിന് ഡയമെൻഷൻ പഠിപ്പിച്ചു തരും. പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇതുവരെയും പഠിപ്പിക്കാത്ത ടോപ്പിക്കാണ്, ഇതുവരെയും നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്കാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് ഡയമെൻഷൻസിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡയമെൻഷൻസ്. ഈ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ ഇനി ഈ ചാപ്റ്ററിനകത്തെ ഒരു 90% ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എറേഴ്സ് എന്ന് പറയുന്നതിന് മുമ്പുള്ള എല്ലാ ടോപ്പിക്കും ഡയമെൻഷൻ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ച് നല്ല ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് ഡയമെൻഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അന്നേരം എന്താണ് ഡയമെൻഷൻ? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. അത് മാസ് ആകാം, ലെങ്ത് ആകാം, ടൈം ആകാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 3 എണ്ണം, മാസ്, ലെങ്ത്, ടൈം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പഠിച്ചു, മാസ്, ലെങ്ത്, ടൈം ഒക്കെ. അന്നേരം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പവേഴ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പവേഴ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ഡയമെൻഷൻ അനാലിസിസ് എന്ന് ഞാൻ ചോദ്യം കണ്ടിട്ടേ ഇല്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ ഡയമെൻഷൻസ് നമുക്ക് പഠിച്ച് പതുക്കെ അങ്ങ് തുടങ്ങാം. എളുപ്പമെന്ന് ആദ്യം തോന്നും, പിന്നെ നിങ്ങൾക്ക് എളുപ്പമെന്ന് പിന്നെയും തോന്നും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം, നല്ല കണ്ടിന്യൂറ്റി പോകണം. ഓക്കെ, അന്നേരം ഞാൻ ആദ്യത്തെ ഡയമെൻഷൻ ആണ്. ശരിയായിട്ട് നമുക്ക് തുടങ്ങാം. മാസിന്റെ ഡയമെൻഷൻ M, ക്യാപിറ്റൽ. അതിലേക്ക് ആദ്യത്തെ ലെറ്റർ ആണ് ഡയമെൻഷൻ. കുറച്ച് മാറും, ധാരണയൊക്കെ മാറും. 2 ലെങ്ത്, ഡയമെൻഷൻ L. And third one, time, dimension T. ഈ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻറ്റ്. എന്ന് പറയോ, നമ്മൾ ഈ ഡയമെൻഷൻ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. MLT ഫോമുല ആണ് പലപ്പോഴും നമ്മൾ ഡയമെൻഷൻ അനലൈസ് ചെയ്യുന്നതും എഴുതുന്നതും അല്ലേ. MLT ഫോമുല ആണ്. അന്നേരം മാസ് കഴിഞ്ഞു, ലെങ്ത് കഴിഞ്ഞു, ടൈം കഴിഞ്ഞു. അങ്ങനെ 3 ഡയമെൻഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നുണ്ട്. ഇലക്ട്രിക് കറന്റ് ഡയമെൻഷൻ എന്താണ്? ഇലക്ട്രിക് കറന്റിന്റെ ഡിനോട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ ഐയും സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്ന ആംബിയറുമാണ്. അന്നേരം നമുക്ക് 2 ഡയമെൻഷൻ എഴുതാം. ഒന്നുകിൽ I എന്ന് എഴുതാം, അല്ലെങ്കിൽ A എന്ന് എഴുതാം. രണ്ടും എഴുതാം, I അല്ലെങ്കിൽ A. അന്നേരം 4 എണ്ണത്തിന്റെ. ഇനി 5ാമത്തത് ഇലക്ട്രിക് കറന്റ് കഴിഞ്ഞു. 5ാമത്തെ നമുക്ക് കുറച്ചുകൂടി ഇതായിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് പോവാം. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാക്കുന്ന സാധനമാണ് ഡയമെൻഷൻ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അല്ലെ, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. അതിനകത്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പറേച്ചറിന്റെ ഏതാണ്? ഓർത്തോണം, കെൽവിൻ ആണ്. ഏതാണ്? കെൽവിൻ ഡിനോട്ടിംഗ് ലെറ്റർ K ആണ്. 5 എണ്ണം കഴിയും. ഇത് ഇത്രയും എളുപ്പമാണല്ലോ. ഇനി നമുക്ക് 6ാമത്തേലോട്ട് കയറാം. കുറെ പഠിക്കാൻ ഡയമെൻഷൻ ചെയ്തങ്ങ് പഠിച്ചോണം. 6 ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഒക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു പോകണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കേട്ടാലേ ഇത് ക്ലിയർ ആകത്തുള്ളൂ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓർത്തിരിക്കുന്നതിന്റെ എല്ലാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതിന്റെ ഡയമെൻഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്തിന് L എന്ന് കൊടുക്കാം അല്ലെ. ലെങ്ത് എന്ന് പറഞ്ഞാൽ L അല്ലേ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും വീതി എന്ന് പറഞ്ഞാലും ഒരു ലെങ്ത് തന്നെയാണ്. അന്നേരം അതിനും L എന്ന് കൊടുക്കാം. അന്നേരം ഏരിയ ഈസ് ഈക്വൽ ടു
എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ. ചില സ്കൂളുകളിൽ ഇങ്ങനെ പഠിപ്പിക്കും, MLT ഫോമിലാണെങ്കിൽ m⁻0 t⁻0 എൽ സ്ക്വയർ എന്നിട്ട് ഇങ്ങനെ ബോക്സ് ആക്കി കഴിയും. ഇതിന്റെ ആവശ്യമില്ല, കാരണം a⁻0 1 എന്നുള്ള കൺസെപ്റ്റിലാണ്. 1 ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റാണ്. ഇങ്ങനെ ഒന്നും എഴുതുന്നില്ല, ഇങ്ങനെ മാത്രം നിങ്ങൾ ഒന്ന് എഴുതി പഠിച്ചാൽ ഇവിടെ തെറ്റിക്കരുതാണ്. ഇനി അന്നേരം ഏരിയ കഴിഞ്ഞു. അടുത്തത് വോളിയം. നിങ്ങൾ ആ ഇക്വേഷൻ പറയുക, വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓർ തിക്നെസ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്. അന്നേരം വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് എൽ ഇൻറ്റു ബ്രെഡ്ത്തിന് എൽ അല്ലെ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ് എൽ. അന്നേരം വോളിയം ഈസ് ഈക്വൽ ടു എൽ ക്യൂബ്. വോളിയം ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് ആണ്. അന്നേരം ഏരിയയുടെ കഴിഞ്ഞു, വോളിയത്തിന്റെ കഴിഞ്ഞു. അത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ പതുക്കെ നന്നായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് അന്നേരം അടുത്തതിലോട്ട് പോകാം. നല്ല ഫ്ലോ ആയിട്ട് എഴുതി പോകാം. 8 ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസിന് നമ്മൾ എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ എം. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ബൈ വോളിയത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? വോളിയത്തിന് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു എൽ ക്യൂബ്. ഇപ്പം എ ബൈ ബി സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നേ? ഈക്വൽ എ ബി സ്ക്വയറിനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ a b⁻2 എന്നല്ലേ എഴുതുന്നേ? അങ്ങനെയാണെങ്കിൽ എൽ ക്യൂബിനെ മുകളിലോട്ട് കൊണ്ടുപോയിക്കേ m(l⁻3). ഇങ്ങനെ പഠിച്ചാൽ മതി, ഈസി ആയിട്ട് പഠിക്കാം. 9. 9th one is സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ മോഷൻ സ്റ്റൈലിൽ നിന്നുകൊണ്ടൊക്കെ പഠിക്കുന്നതാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇക്വേഷൻ എല്ലാം ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ഒരു ലെങ്ത് ആണ്. എൽ ബൈ ടൈമിന്റെ ഡയമെൻഷൻ ടി. ടി എന്ന് വെറും ടി എന്ന് പറഞ്ഞാൽ t⁻1 ആണ്. t⁻1 മുകളിൽ പോകുമ്പോഴത്തേന് എന്ത് വരും? l(t⁻1) എന്ന് വരും. ഇത് എഴുതി പഠിക്കാതെ വായിച്ചു പിടിച്ച് ഓർത്തിരിക്കുകയോ ഇല്ല. അടുത്തത് ഇതുമായിട്ട് ചേർന്ന ഒരു കക്ഷിയുണ്ട്. വളരെ ഇത് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഈ സ്പീഡും വെലോസിറ്റി. ചില കാര്യങ്ങൾക്ക് മാത്രമേ പ്രശ്നം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇക്വേഷൻ ഓർത്തിരിക്കണം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എൽ ബൈ ടൈം ഡിനോട്ട് ചെയ്യുന്നത് ടി തന്നെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ്. അന്നേരം എൽ ബൈ ടൈമിന്റെ ടി. എൽ ബൈ ടി. ഇത് t⁻1 ആണ്. അത് മുകളിലോട്ട് പോകുമ്പോൾ t⁻1. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കണ്ണു ശരിക്കും ഒന്ന് വെച്ച് ഫോക്കസ് ചെയ്ത് നോക്കി, എന്തെങ്കിലും പ്രത്യേകത സ്പീഡിനും വെലോസിറ്റിക്കും ഉണ്ടോ? ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ നോക്കിയേ, രണ്ടിന്റെയും ഡയമെൻഷൻ സെയിം ആണ്. വളരെ ഇമ്പോർട്ടന്റ്. സെയിം ആയിട്ട് ഡയമെൻഷൻ വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പേഴ്സ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും, കുറെ ക്വാണ്ടിറ്റീസ് എന്നിട്ട് സെയിം ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റി എഴുതാൻ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് എന്നിട്ട് ഇത് പേഴ്സ് ആയിട്ടുള്ള ഡയമെൻഷൻ എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സെയിം ഡയമെൻഷൻസിനെ പറയുന്ന പേരാണ് പേഴ്സ്. സെയിം ഡയമെൻഷൻ വരുന്നത് കുറെ ക്വാണ്ടിറ്റീസ് ഉണ്ട് സെയിം ഡയമെൻഷൻ വരുന്നത്. ഇപ്പം ഓർത്തിരിക്കുക, സ്പീഡും വെലോസിറ്റിക്കും സെയിം ഡയമെൻഷൻ ആണ് l(t⁻1). എളുപ്പമല്ലേ? അടുത്തത് 11. വെലോസിറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് ഇങ്ങനെ പോകുന്നത് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ബൈ ടൈം ഉണ്ടോ? നല്ല ഇതൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകും. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറയുന്നത് l(t⁻1) ഡിവൈഡ് ബൈ ടി. ഇനി നിങ്ങളോട് ശ്രദ്ധിക്കണം, ടി എന്ന് പറഞ്ഞാൽ t⁻1 എന്നാണ്. അന്നേരം l(t⁻1) ഇൻറ്റു ഈ t⁻1 മുകളിൽ പോയി കഴിഞ്ഞാൽ t⁻1. a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ് അല്ലേ? നിങ്ങൾ നോക്കിയേ, ആക്സിലറേഷൻ ഒരിടത്ത് എഴുതണം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു l(t⁻1). l ഇത് a⁻m ഇൻറ്റു a⁻n വെച്ചാൽ a⁻m+n ആവുമ്പോൾ t⁻1 ഇൻറ്റു
a raised to m into a raised to n, a raised to m plus n, a raised to t raised to minus 1 plus minus 1, t raised to minus 2. കൺഫ്യൂസിങ് വരരുത്. ആക്സലറേഷൻ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എൽ ടി റേസ് ടു മൈനസ് 2 ഈ ഫോം വെച്ചാണ് എ റേസ് ടു ഇൻറ്റു എ റേസ് ടു n is equal to a raised to m plus n. ഓക്കെ, ആക്സലറേഷൻ വരും. അന്നേരം 11 ഡയമെൻഷനായി. അടുത്ത മൊമെന്റം പഠിക്കാം. അങ്ങനെ മൊമെന്റം, ഫോഴ്സ്, ഇങ്ങനെ ഇമ്പൾസ്, ഇങ്ങനെ കുറേ ക്വാണ്ടിറ്റീസ് പഠിക്കാം. ഒരു 10-20 ക്വാണ്ടിറ്റീസ് പഠിച്ചിട്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത മൊമെന്റത്തിലേക്ക് പോകാൻ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് എഴുതുകയാണ്. 12 മൊമെന്റം 12th ആണ്. മൊമെന്റം ഒക്കെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചതാണ്, പക്ഷെ ഇക്വേഷൻ ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നില്ല. വാട്ട് ഈസ് മീൻ ബൈ മൊമെന്റം? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി. Momentum is equal to mass m. കാരണം വെലോസിറ്റി ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. l t raised to minus 1. എളുപ്പമായി ml t raised to minus 1 ആണ് ഏതിന്റെ മൊമെന്റം. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഈ സാധനം അറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് അടുത്ത് വരുന്ന ഡയമെൻഷൻ ആണ്. നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് പഠിക്കുക. ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ F is equal to ma. ma എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇങ്ങനെ എന്ത് രസമായിട്ട് എഴുതി പോകുന്നത്. ഈ മാസിന്റെ m, ആക്സിലറേഷന്റെ l t raised to minus 2. അന്നേരം ഇത് വളരെ ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ഇത് ഒരുപാട് അടുത്ത് ഇങ്ങനെ വരും. ഇപ്പം തന്നെ നിങ്ങൾക്ക് പലയിടത്തും ഇങ്ങനെ ഫോഴ്സിന്റെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് ഒന്നല്ല, ഉണ്ട്. അടുത്ത 14 വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഉണ്ടോ? അന്നേരം ഫോഴ്സ് വന്നു, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഈസ് ഈക്വൽ ടു, സ്പീഡ് കൂടുന്നില്ലല്ലോ, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ml t raised to minus 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് l. എന്നാലും ശ്രദ്ധിക്കുക, വർക്ക് ഈസ് ഈക്വൽ ടു, ആദ്യം ഞാൻ m അങ്ങ് ക്ലിയർ ആയിട്ട് എഴുതി. l ഇൻറ്റു l എന്ന് പറഞ്ഞാൽ l ഇൻറ്റു l, l സ്ക്വയർ t raised to minus 2. ഓക്കെ, ml സ്ക്വയർ t raised to minus 2. നെക്സ്റ്റ് വൺ ഈസ് 15th എനർജി. നമ്മൾ ഈ പ്ലസ് 1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജിയും വർക്കും ഏകദേശം സെയിം തന്നെയാണ്. എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി ഈസ് ഈക്വൽ ടു വർക്കിന്റെ അതേ ഡയമെൻഷൻ ആണ് എനർജിക്ക് വരുന്നത്. അന്നേരം എനർജി ഈസ് ഈക്വൽ ടു വർക്കിന് ml സ്ക്വയർ t raised to minus 2. ml സ്ക്വയർ t raised to minus 2. അന്നേരം ഇതിന്റെ രണ്ട് പ്രത്യേകതകൾ പെട്ടെന്ന് വരിക. സ്പീഡും വെലോസിറ്റിയും പോലെ വർക്ക് എനർജിക്ക് സെയിം ഡയമെൻഷൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? പേഴ്സ് എന്ന് പറയാം. അന്നേരം വർക്കിനും എനർജിക്കും സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട് അതിനെ എന്തെന്ന് പറയാം? പെയർ എന്ന് പറയാം. നമ്മളിപ്പം മൊമെന്റം പഠിച്ചു, ഫോഴ്സ് പഠിച്ചു, വർക്ക് പഠിച്ചു, എനർജി പഠിച്ചു. അടുത്തത് 16. ഓർമ്മ നന്നായിട്ട് അങ്ങ് പഠിച്ചാൽ മതി, പഠിക്കേണ്ടതാണല്ലോ. പ്രഷർ. പ്രഷർ എന്ന് പറയുമ്പോഴും വീണ്ടും കക്ഷി വന്നു ഫോഴ്സ് ഉണ്ടോ ബൈ ഏരിയ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ ml t raised to minus 2. നിങ്ങൾ ഇങ്ങനെ പാട്ട് പോലെ എഴുതും, കൃത്യമായിട്ട് എഴുതി പഠിക്കണം. എൽ സ്ക്വയർ, ഏരിയയുടെ എൽ സ്ക്വയർ. പിന്നെ പ്രഷർ ഈസ് ഈക്വൽ ടു ml t raised to minus 2. ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. എൽ സ്ക്വയർ വരും. ഞാൻ എൽ സ്ക്വയർ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ l raised to minus 2 വരും. എന്നിട്ട് ഞാൻ അറേഞ്ച് ചെയ്യാണ്. നല്ല രീതിയിൽ ചെയ്യാമല്ലോ. പ്രഷർ ഈസ് ഈക്വൽ ടു ഇത് l raised to 1 m. l raised to 1 into l raised to minus 2 എന്ത് വരും? l raised to minus 1. l raised to minus 1 വൃത്തിയായിട്ട് എഴുതാം. l raised to minus 1 t raised to minus 2. ഇതാണ് പ്രഷർ. പ്രഷറിന്റെ അവിടെ എന്ത് വന്നു? ഫോഴ്സ് വന്നു. പ്രഷറിന്റെ ഒക്കെ ഡയമെൻഷൻ ഒക്കെ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള. ഇപ്പം വീണ്ടും എന്തുണ്ട്? 12, 13, 14, 15, 16. ഇനി നമുക്ക് 4 ഡയമെൻഷൻ കൊണ്ടിട്ട് നമുക്ക് കണ്ടിപ്പാ നമുക്ക് നിർത്തിയിട്ട് അടുത്ത വീഡിയോ 4 ഡയമെൻഷൻ ഇന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ 20 ഡയമെൻഷൻ പഠിച്ചിട്ടിരിക്കണം അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക്. ഓക്കെ, അന്നേരം നമുക്ക് 16 ആയി അല്ലേ? 17 പവർ. വർക്ക് എനർജിയും പഠിച്ചാൽ പിന്നെ പവർ പഠിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ
യൂണിറ്റ് 5 എന്ന് പറയുന്ന +1 ചാപ്റ്ററിന്റെ പേര് തന്നെ വർക്ക് എനർജി പവർ ആണ്. അന്നേരം പവർ അറിഞ്ഞിരിക്കണം. പവർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വർക്ക് ബൈ ടൈം ആസ്വദിച്ച് പഠിച്ചോണം കേട്ടോ. വർക്ക് ബൈ ടൈം പവർ ഈസ് ഈക്വൽ ടു വർക്കിന്റെ ഡയമെൻഷൻ എന്താണ്? വർക്ക് അതറിഞ്ഞിരിക്കണം. ml² t⁻² ബൈ ടൈമിന്റെ t. പവർ ഈസ് ഈക്വൽ ടു ml² t⁻² ഇൻറ്റു t⁻1 മുകളിൽ പോയി കഴിഞ്ഞാൽ t⁻−1 അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ചില സർജറി ഒക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് ml² വേറെ L ഇല്ല, t⁻² ഉണ്ട്, t⁻−1 ഉണ്ട്, a⁻m × a⁻n വെച്ച് t⁻−3. ഇതാണ് പവറിന്റെ ഡയമെൻഷൻ. അടുത്തത് വേവ് ലെങ്ത്. നിങ്ങൾ വേവ് ലെങ്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് അതിന്റെ അർത്ഥം അല്ലേ? നമ്മള് വേവ് ലെങ്ത് പഠിക്കുന്നത് എങ്ങനെയല്ലയോ? ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് ഓർ സക്സസീവ് ക്രസ്റ്റ് ഓർ ട്രഫ്. ക്രസ്റ്റിന്റെ ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണല്ലോ. അന്നേരം വേവ് ലെങ്തിന്റെ ഡയമെൻഷൻ എന്തുവാ? ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുമായിട്ട് ചേർത്ത് മറ്റൊരു സാധനം പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഡയമെൻഷൻ എന്തുമായിരിക്കും? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓക്കെ. റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ്, ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. ഒരെണ്ണോടെ നമുക്ക് നോക്കാം. 20 ഇമ്പൾസ് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. ഇമ്പൾസ് ഒരുപാട് എക്സാമ്പിൾ വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പൾസ് ഒക്കെ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് നമ്മൾ ml t⁻² ഇൻറ്റു ടൈമിന് നമ്മൾ t എന്ന് കൊടുക്കുക. അന്നേരം ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ml t⁻1 ആണെന്ന് പറയുന്നത് t⁻−1. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ml t⁻−1, ഇമ്പൾസിന്റെ ഡയമെൻഷൻ ml t⁻1. അന്നേരം അതിന്റെ അർത്ഥം ഈ മൊമെന്റ് ഇമ്പൾസ് എന്താണ്? പേഴ്സ് ആണ്. ഇതുപോലെ ഇങ്ങനെ പഠിച്ചു പോകണം. അടുത്ത വീഡിയോ നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തവും ശക്തവുമായിട്ട് അങ്ങ് പഠിക്കണം. ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾക്ക് ഞാൻ 40 ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ചെയ്യിച്ചു കൊടുക്കും. ഇക്വേഷൻ കാർഡും ഒക്കെ ഉണ്ട് സ്പെഷ്യൽ. നമുക്ക് പഠിക്കുന്നതനുസരിച്ച് അതൊക്കെ തരാം. നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, സ്മാർട്ടായിട്ട് പഠിക്കുക, പഠിച്ചു തീർക്കുക. നമുക്ക് പരീക്ഷ കൃത്യമായിട്ട് എല്ലാം നടത്തും. അത് എപ്പോഴും ഓർത്തിരിക്കുക. പഠിക്കുന്നവൻ മുന്നേറും, പഠിക്കാത്തവൻ താഴോട്ട് പോകും. +1 +2 ആഡ് ചെയ്താണ് നമ്മുടെ ഫുൾ മാർക്ക് വരുന്ന. സ്റ്റേറ്റിന് CBSEക്ക് ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ എൻട്രൻസ് എന്ന് പറയുന്നതിലോട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അന്നേരം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗിരീഷ് ഫിസിക്സ് സൈനിങ് ഓഫ്. ഡയമെൻഷൻസ് എല്ലാം പഠിച്ചിട്ടിരിക്കുക, നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടിരിക്കുക. ഒരിക്കൽ കൂടി ഗിരീഷ് ഫിസിക്സ് സൈനിങ് ഓഫ്.